ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യത്തെ 3 ദിവസമാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരുന്നത്, ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ലീവ് തരുന്നതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ വീക്കെൻഡിൽ ക്ലാസ് ആദ്യത്തെ ഈ പീരീഡ് സമയത്ത് ഗേൾസ് എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീട്ടിൽ സ്വന്തമായിട്ട് അമ്മയുള്ളവർക്കും സ്വന്തമായിട്ട് പെങ്ങളുള്ളവർക്കും സ്വന്തമായിട്ട് ഗേൾ ഫ്രണ്ട് ഉള്ള ഏത് ആൺകുട്ടിക്കും മനസ്സിലാവും. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കല്, നമ്മുടെ അഭിപ്രായങ്ങളാണ്. ഇതിന് ഓരോ അഭിപ്രായങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് പറയുന്നത്. അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം കാണുമല്ലോ, അത് പറയുക. ഇപ്പം ഇന്നിപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് 3 ദിവസത്തെ അവധി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ 3 ദിവസത്തെ അവധി കൊടുത്തതിനെ പറ്റിയാണ് ഇപ്പം ഈ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾ സ്ത്രീകൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് തടസ്സം നിൽക്കുന്ന രീതിക്ക് പറയാതെ അതിനൊരു അനുകൂലമായിട്ട് ഇപ്പം സ്കൂൾ കുട്ടികൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ നിയമം വന്നിരിക്കുന്നത്. കോളേജിന് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകൾക്കും അങ്ങനെയുള്ളത് വന്നിട്ടില്ല. പക്ഷേ അവർക്കും ഇത് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഈ ഓരോ സമയം കഴിയുമ്പോഴത്തേക്ക് ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പീരീഡ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഉള്ളവരുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അതൊന്നും ആർക്കും അറിയത്തില്ല. പലരും സ്ത്രീകളെന്ന് പറയുമ്പോൾ ഒരുപാട് സഹിക്കുന്നവരാണ്. ചിലപ്പോൾ പറയും അല്ല എന്ന് പറയും. അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾ ഒരുപാട് സഹിക്കുന്നവരാണ്. കാര്യം ഈ പീരീഡ്സിൻ്റെ ഒരു വേദന, പ്രഗ്നൻ്റ് ഈ ഡെലിവറിയുടെ ഒരു വേദന, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓരോരുത്തരും പറഞ്ഞ് കേട്ടിട്ടുള്ളതൊക്കെ ആണെങ്കിലും പുരുഷന്മാർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. അങ്ങനെയുള്ള സമയത്താണ് ഒരു സ്ത്രീ തന്നെ ഇതിനെതിരെ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്ന കേട്ടപ്പോണ്ടല്ലോ ഒരുപാട് വിഷമം തോന്നി. കാര്യം ഈ ശ്രീലങ്ക IPS എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാര്യം അവരൊരു IPSൻ്റെ ആ ഒരു പോലീസ് ഓഫീസറായിട്ടൊക്കെ സമയത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്നൊക്കെ സമയത്ത് വനിതയിൽ ഒരു ഫോട്ടോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആരാധന തോന്നി. ആദ്യത്തെ ഒരു സ്ത്രീ IPS ഉദ്യോഗസ്ഥ അങ്ങനെയൊക്കെ ഉള്ളത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര അഭിമാനം തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെയൊക്കെ ഒരു നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ കാണുന്ന ഒരു വ്യക്തിയുടെ വായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് കേൾക്കുമ്പോണ്ടല്ലോ ഒരുപാട് നമുക്കൊരു വിഷമം തോന്നും. നമുക്ക് ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മൈൻഡാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇത് മാത്രമായിട്ട് ഇവർ പറഞ്ഞ കാര്യം, ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് മാത്രമേ പറയുന്നത്. അപ്പോൾ പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിക്കാണ് ഈ പീരീഡ്സ് ആകുന്നത്. ചിലർക്ക് നല്ല പെയിൻ ആയിരിക്കും, ചിലർക്ക് ഇത് വരുന്നതും പോകുന്നതും പോലും അറിയത്തില്ല, അവർക്ക് ഒരു പ്രശ്നവും കാണത്തില്ല. അതുപോലെ തന്നെയാണ് ചിലരുടെ ഡെലിവറി, അവർക്ക് യാതൊരു വേദനയും കാണത്തില്ല. ഡെലിവറിക്ക് കയറുന്ന കാണാം അന്നേരം തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിക്കും, ഡെലിവറി കഴിഞ്ഞു എന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല, സ്ത്രീകൾക്ക് പോലും മനസ്സിലാകത്തില്ല ഈ ഒരു പീരീഡ് സമയത്തുണ്ടെന്ന വേദന എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി പെയിൻ അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ പീരീഡ്സിൻ്റെ വേദന ഏകദേശം. അത് അത്രയും നല്ല പറയുന്നത് ഈ ഡെലിവറിക്ക് മുന്നേ ഒരു പെയിൻ ഉണ്ട്. ആദ്യം ഒന്നൊരു വേദന ഇങ്ങോട്ട് വന്ന് ആ ഒരു വേദന വന്നൊരു കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ആകും. അന്നേരം നമ്മളൊരു ആശ്വാസം തോന്നും, കുഴപ്പമില്ല, കുറഞ്ഞു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അടുത്ത വേദന തുടങ്ങും. ഇതുപോലെയാണ് പീരീഡ്സ് ആകുന്നവർക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റിലൂടെ പറയുക. കാര്യം എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് പീരീഡ്സ് തുടങ്ങിയ സമയം മുതൽ എനിക്ക് പെയിൻ ആയിരുന്നു. അപ്പം ഈ പീരീഡ്സ് എന്ന് പറയുന്ന കാര്യം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരു പെണ്ണിന് പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ അവളൊരു പൂർണ്ണമായിട്ടൊരു സ്ത്രീ ആകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആകാതെ ഓരോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് പീരീഡ്സ് ആകാതെ വരുമ്പോൾ ആ അമ്മമാരുടെ ആദ്യം കാണാം. പിന്നെ അതുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടും. എന്തുകൊണ്ടാണ്? ചില കുഞ്ഞുങ്ങൾക്ക് ഈ വണ്ണം വെച്ച് ഹോർമോണിൻ്റെ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് പീരീഡ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ട്. ഇതൊക്കെ ഒരു നാണംകെട്ട കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ ഡെലിവറി എന്ന് പറയുന്നത് ആരും നാണംകെട്ട കാര്യങ്ങളായിട്ട് ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പീരീഡ്സ് എന്ന് പറയുന്ന കാര്യത്തിന് എന്നെ അടുത്ത് വലിയ നാണക്കെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും. ഈ പീരീഡ്സ് എന്ന് പറയുന്ന പുറത്ത് പറയേണ്ട നാണക്കെട്ടുള്ള പലരും കാണുമായിരിക്കും. പിന്നെ ഇപ്പോഴുള്ള കുട്ടികളുടെ ഇവർ ഇട്ടേക്കുന്ന പോസ്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് കാര്യം ഇപ്പോഴുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് മിക്കവർക്കും ആകുന്നത്. 15 വയസ്സൊക്കെ ആകുമ്പോഴാണ് മിക്കവർക്കും പീരീഡ്സ് ആകുന്നത്. അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് അങ്ങനെയുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇപ്പോൾ പീരീഡ്സ് ആകാറുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വേദന താങ്ങാനായിട്ട് പറ്റത്തില്ല. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ഈ വേദന താങ്ങാനുള്ള ഒരു ആരോഗ്യം കാണത്തില്ല. ചിലർക്ക് ഭയങ്കര വേദനയായിരിക്കും, ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, ചിലർക്ക് തലകറക്കമായിരിക്കും, ചിലർക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും. അത്രയും ദിവസം ഈ വേദന അങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് ഇവരങ്ങ് ഛർദ്ദിക്ക് തുടങ്ങും. ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പീരീഡ്സ് ആകുന്ന സമയത്ത് ഈ വേദന ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഈ അട്ട ചുരുളുന്ന പോലെ അങ്ങ് ചുരുളും. അതുപോലൊരു വേദനയാണ്. അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് തരുമോ, അതൊന്ന് വയറെ കുറച്ച് നേരം പിടിക്കുമോ. പിന്നെ പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മമാരെടുത്തുണ്ടെങ്കിൽ അവരൊന്ന് അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അവരടുത്തിരുന്ന് ഇതൊക്കെ നമ്മളൊരു ആശ്വാസ വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സമാധാനമായിട്ട് തോന്നാറുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും സ്കൂളിൽ വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ടീച്ചറോട് പറയും, ടീച്ചറെ ഒട്ടും വയ്യ പൊക്കോട്ടേക്കും, അത് കുഴപ്പമില്ല, ഇതെല്ലാവർക്കൊക്കെ ഉള്ളതാണ്, അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മളെ അവിടെ ഇരുത്തത്തുള്ളൂ. അവിടെ നമ്മൾ ഇരിക്കുന്നതേ ഉള്ളൂ. തലയും ഇങ്ങനെ കുമ്പിട്ട് നമ്മൾ അന്നേരം ഇവർ പറയും പറഞ്ഞിരിക്കുക എന്ന് പറയും. അന്നേരമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടും പിന്നെ ചിലർക്ക് ഈ ഒരു സമയത്ത് ഈ പെയിനൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് ഇതിൻ്റെ റിയാക്ഷൻ കാണിക്കുന്നത്. പക്ഷേ ഇത് അറിയാവുന്ന ആണുങ്ങളും ഉണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ വീട്ടിൽ അമ്മയും പെങ്ങളെയും സ്നേഹിക്കുന്ന ആൺപിള്ളേരുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും അവർക്കറിയാം ഇതിനൊരു പെയിനാണ്, അവർ കിടക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കുന്ന ആൺപിള്ളേരും ഉണ്ട്. പക്ഷേ ചിലരെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ചില വൃത്തികെട്ട ആണുങ്ങളും ഉണ്ട്, കുറേ പെണ്ണുങ്ങളും ഉണ്ട്. ഇതിനെ വേണ്ടാത്ത രീതിക്ക് വ്യാഖ്യാനിച്ചെടുക്കുന്നവർ, മോശം രീതിക്ക് വ്യാഖ്യാനിച്ചെടുക്കുന്നവർ എവിടെ ഉണ്ടല്ലോ നല്ലതും ചീത്തയും. അതുകൊണ്ട് പറയുന്നതാണ്.
അപ്പം ഈ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ആ 3 ദിവസം എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ക്ഷീണവും അവശതയും വരുന്ന സമയമാണ്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബ്ലീഡിങ് കൂടുതൽ കാണും. എപ്പോഴും ഇറങ്ങിപ്പോയി പാട് മാറാൻ പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ളൊരു ലീവിനെ കിട്ടിയപ്പോഴത്തേക്ക് ആദ്യം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ. ചില കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ട്. ഇതൊക്കെ അലർജിയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ഒത്തിരി നേരം പാട് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പക്ഷേ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിരിക്കാം. പിന്നെ ബാക്കി അത്രയും പീരീഡ്സും കഴിയുന്നതിന് വരെ നമ്മളവിടെ ഇരിക്കുവാണ്. പിന്നെ ഒരു ഇൻ്റർവെല്ലിൽ വരണം പോകാനായിട്ട്. ഇൻ്റർവെല്ലിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി ചെന്ന് കയറുന്നത്. ചിലപ്പോൾ കുറേ പേര് കയറി കഴിയുമ്പോഴായിരിക്കും അവസാനമായിരിക്കും ചിലപ്പോൾ കയറാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഈ ശ്രീലേഖ എന്ന് പറഞ്ഞവർ അറിയുന്നുണ്ടോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും പറഞ്ഞ് സ്കൂളിൽ അത് മാറാനുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ ബ്ലീഡിങ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നതാണ്. ഓരോ മിനിറ്റ് എത്ര ടെൻഷനിലായിരിക്കും ഇരിക്കുന്നതെന്ന് അറിയാവോ? സ്ട്രെസ്സിൽ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെയല്ല ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് നെഗറ്റീവായിട്ടും ഇത് മോശപ്പെട്ട കാര്യമായിട്ടും മാത്രമല്ല. പിന്നെ പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ അത് പറയുന്ന കാര്യം വലിയ മോശപ്പെട്ട കാര്യമായിട്ടില്ല. നമ്മുടെ ഈ കേരളത്തിലേ ഉള്ളൂ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ച ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നത് ഒരു ആഘോഷമാണ്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് അവളൊരു ഋതുമതിയായെന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പക്ഷേ എനിക്കത് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 2 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീടുകളൊക്കെ പറയും. പിന്നെ മധുരങ്ങളൊക്കെ കൊടുക്കുകയും ആ കുഞ്ഞിന് കൊണ്ടുവന്ന് ചിലർ മധുരങ്ങൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നാണക്കേടാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ എല്ലാ മാസവും ആർത്തവ അവധി പ്രഖ്യാപിച്ച സർക്കാർ നയം ശരിക്കും പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കുമോ? സ്ത്രീകൾക്ക് ഈ ഒരു സംഭവത്തിന് ലീവ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും അബലയാകാൻ പോകുന്നില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ലീവ് എടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഞാനും എടുത്തിട്ടുണ്ട്. കാര്യം പെയിൻ സഹിക്കാൻ വയ്യാതെ ചിലപ്പം വെളുപ്പിനെ വരെ ഈ വേദന എടുത്തായിരിക്കും കിടക്കുന്നത്. നേരം വെളുക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊന്ന് മയങ്ങുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്നിരുന്നെങ്കിൽ അതിനൊക്കെ ക്ഷീണമാവും. ആ വേദന കൊണ്ട് കുറഞ്ഞിട്ടല്ല, വേദനയുടെ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ച് കഴിയുമ്പോഴായിരിക്കും അങ്ങോട്ട് മയങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യും? അന്നത്തെ ദിവസം ലീവ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളൊന്നും അബലകളായിട്ടുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരു ന്യായമായിട്ടുള്ള ഒരു വർത്തമാനം എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ഒരു മേഖലയിൽ നിങ്ങൾ ഇരുന്നതല്ലേ? നിങ്ങൾ ഇത്രയും ഒരു സ്ത്രീകൾക്ക് മാതൃകയാകേണ്ട ഒരു ആളല്ലേ? അങ്ങനെയുള്ള ഈ ഒരു മാഡത്തിൻ്റെ വായിൽ നിന്നും ഇങ്ങനെയൊരു കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെയുള്ള ഇത് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി ഇങ്ങനെ ആകുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ സാധാരണ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്തൊരു നെഗറ്റീവ് പറയുന്നത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇത് എന്നതാണെന്നും എങ്ങനെയാണെന്നും അറിയാൻ മേലാത്ത ഒരാളെ പറ്റി നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റുമോ? അവർ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അവരെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണ്. അതൊക്കെ സമ്മതിച്ചു. അത് സ്വകാര്യ ഒരു അഭിമാനം തന്നെയാണ്. സ്ത്രീകൾക്ക് സ്ത്രീയായി എന്നുള്ളൊരു ആ ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ്. അതിൽ ചിലർക്ക് ചില വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. ചിലർക്ക് വളരെ സ്വാഭാവികമായും അനുഭവപ്പെടും. ആ സമയം വളരെ കഠിനമായ വേദന ഉണ്ടായിരുന്ന ഞാൻ ഒരിക്കൽ പോലും ഈ കാരണം പറഞ്ഞ് സ്കൂളിലോ കോളേജിലോ പോകാതിരുന്നിട്ടില്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി പണ്ടത്തെ കാലത്ത് നമ്മൾ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു ഇച്ചിരി പക്വതയാകും. ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പേസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും കൂടെ ഒന്ന് ഒതുങ്ങും. ഒരു പക്വതയോട് കൂടിയുള്ള കാര്യങ്ങളാണ് ആ ഒരു സമയത്തുള്ളത്. അന്നത്തെ കാലം പോലെ അല്ല ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുമായിട്ടുള്ള താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയില്ലേ പുതിയ ജനറേഷൻ പഴയ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമെന്ന് പറയും. പിന്നെ ഈ കാര്യത്തിന് മാത്രമേ ഇത് കമ്പയർ ചെയ്യുന്നത് പണ്ടത്തെ കാലമായിട്ട് ഇപ്പോഴത്തെ കാലമായിട്ട്. പണ്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അന്ന് ഇതുപോലൊരു ലീവും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ എത്ര പേര് സന്തോഷിക്കുമായിരുന്നു, എത്ര പേർക്ക് സന്തോഷം തോന്നുമായിരുന്നു. കാര്യം കൂടുതലും വയ്യലും ചിലപ്പോൾ സ്കൂളിൽ പോകും. കാര്യം ചിലപ്പോൾ ആ ഇന്ന പാഠമായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇന്ന പോർഷൻ ആയിരിക്കുമല്ലോ ഇന്ന് എടുക്കുന്നത്, അത് ക്ലാസ് ശ്രദ്ധിച്ച് അതില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല എന്നും കരുതി പോകുന്നവരില്ലേ? ഇതൊരു നിവൃത്തിയില്ലാതെ പോയിക്കൊണ്ടിരുന്നവരില്ലേ? അതൊന്നും മനസ്സിലാക്കുകയില്ല. IPS പരിശീലന സമയത്ത് കഠിനമായ വ്യായാമ മുറകളിൽ നിന്നും ആ ദിവസങ്ങളിൽ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒരിക്കലും മാറി നിന്നിട്ടില്ല. തീരെ വയ്യാതായപ്പോൾ മാത്രമാണ് അവധി എടുത്തിരുന്നത്. അതൊക്കെയാണ് സ്ത്രീകളുടെ ശക്തി. അത് തന്നെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കിത് എടുക്കേണ്ടവർക്ക് കൊടുക്കാം, എടുക്കേണ്ടാത്തവർക്ക് സ്കൂളിൽ പോകാം. ഇതിന് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത് സാധാരണ അവരുടെ ജീവിതത്തിൽ എന്നും നടക്കുന്ന പോലെ ഒരു കാര്യമായിട്ട് നടന്നു പോകുന്നവരുണ്ട്. പെയിൻ ഇല്ലാതെ ഇത് വരുന്നതും പോകുന്നതും പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ലീവ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ വയ്യാത്തവർക്ക് മാത്രമായിട്ട് ഈ ലീവ് നിങ്ങൾക്ക് നിർബന്ധമാണ്. എല്ലാ മാസവും നിങ്ങൾ ഈ 3 ദിവസം വീട്ടിൽ ഇരിക്കണമെന്ന് ഉറപ്പിച്ച് സർക്കാർ പറയുന്നത്. ലീവ് അങ്ങനെയൊരു ഇത് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇഷ്ടമില്ലാത്തവർ എടുക്കണ്ട, അവർക്ക് പോകാം. അതിനൊക്കെ ഇത്രയും വിമർശിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ കൂടുതൽ എനിക്ക് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം ആ ചെല്ലാത്ത ദിവസങ്ങളിലെ പോർഷൻ പിന്നീട് അതെടുക്കും എന്നും കൂടെ ഒരു ഇത് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഇതും കൂടെയാണ് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പം ഒന്നും കൂടെ നമുക്കൊരു സന്തോഷം തോന്നി. കാര്യം ആ സമയത്ത് പിള്ളേർ വീട്ടിൽ സമാധാനമായിട്ടൊന്നും ഇരിക്കുമല്ലോ. ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ, ആ ഒരു ക്ലാസ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനത്തോടെ അവർക്ക് കിടക്കത്തില്ലേ? ഈ വേദന വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയും സ്കൂളിൽ ഇരുന്നോളാൻ പറയും. സ്കൂളിൽ ഇരുന്ന് പെയിൻ കില്ലർ കൊടുക്കാൻ പറയും. പെയിൻ കില്ലർ കൊടുത്തു വെച്ചാൽ പെയിൻ കില്ലറൊക്കെ കഴിച്ച് നമ്മൾ മയങ്ങിപ്പോകും. അന്നേരം ഉണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും ഒരു ബെഞ്ചിലൊന്നും അല്ല, നമുക്ക് വീട്ടിൽ പോയി ഒന്ന് നിവർന്ന് കിടക്കാനായിട്ടായിരിക്കും അന്നേരം ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത്. അല്ലാതെ ഡെസ്കിൻ്റെ പുറത്തോട്ട് തലയും കുനിച്ചിട്ട് എത്ര നേരം അങ്ങനെ കിടക്കും? അങ്ങനെ കിടന്നു വെച്ച് കുറച്ച് കഴിയുമ്പോൾ എണീക്കുമുണ്ടല്ലോ
നടുവിനൊരു വേദന, പെടലിക്ക് വേദന, കൈക്ക് വേദന. ആ വെച്ച് കുറേ നേരം നമ്മൾ അനങ്ങാതെ അങ്ങനെ കിടക്കും. ആ ഒരു ഗുളികയുടെ ഇതിൽ മയങ്ങി അങ്ങ് കിടക്കുവാണ്. ഏത് കുട്ടിക്ക് ആർത്തവം എന്ന് ഇതാണ് നാണക്കേടല്ലേ? ഈ നാണക്കേട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ഒരു കാര്യമാണോ അത്? നിങ്ങളൊക്കെ ചിന്താഗതി ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ആ ഒരു മാറ്റമൊന്നും നിങ്ങളിലൊന്നും കാണുന്നില്ല. അതും ഒരു നല്ല ജോലിയിലിരുന്ന ഒരു വ്യക്തി, അത്രയും ഇതിലിരുന്നൊരു വ്യക്തി ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇപ്പം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കൊണ്ടൊക്കെ നടന്നാൽ എവിടെ ശരിയാകാൻ ഒന്ന് ഓർത്ത് നോക്കി. ഇതുപോലുള്ള സൗജന്യങ്ങൾക്ക് പകരം എല്ലാ സ്കൂളിലും കോളേജുകളിലും പെൺകുട്ടികൾക്ക് വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്പിംഗ് വെൻഡിങ് മെഷീനുകളും നൽകാൻ ഏർപ്പാടാക്കിക്കൂടെ? അത്യാവശ്യമെങ്കിൽ സൗജന്യ വേതന സംഹാരി മരുന്നുകൾ വിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്യും. അതൊക്കെ എല്ലാ വനിതാ ടീച്ചറിനും സ്റ്റാഫിന് ഗുണകരമാവുകയും ചെയ്യും. ഇനി ഇവർ പറയുന്ന കാര്യങ്ങളോട് അത് നമുക്ക് യോജിക്കുന്നു. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മിക്ക സ്കൂളുകളിലും ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ. പഴയതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്കൂളിലൊക്കെ. പണ്ടൊക്കെ ടാബ്ലറ്റ് ഒക്കെ തരുമായിരുന്നു സ്കൂളിൽ. അതൊക്കെ ഓക്കെ, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോഴല്ലോ ചിലപ്പോൾ നമ്മൾ അറിയാതെ മയങ്ങി പോകുന്നേ. കാര്യം ആ പെയിൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അന്നേരം നമ്മളങ്ങ് എവിടെയെങ്കിലും നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നും. എവിടെയെങ്കിലും ഒന്ന് നമ്മളറിയാതെ അങ്ങ് മയങ്ങിപ്പോകും. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. അതിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. അല്ലാതെ ഇത് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും ഒക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവരൊക്കെ സഹിച്ചായിരിക്കും ചിലപ്പോൾ വന്ന് നിന്ന് ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരൊക്കെ അത് പുറത്ത് പറയാതെ മിണ്ടാതെ ചിലപ്പോൾ ചില ടീച്ചർമാരൊക്കെ നമ്മൾ പുറത്ത് ഈ ടീച്ചർ എന്നെ ഇത്രയും ദേഷ്യം എന്നോർക്കും. അവർക്ക് ഈ പെയിൻ സഹിച്ച് വന്ന് നിന്ന് അവർക്ക് എടുക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ദേഷ്യം വരും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടിയും ഈ കാരണം പറഞ്ഞുകൊണ്ട് പഠിക്കാൻ പോകാതെ 3 ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സാധാരണ നിലയിൽ സമ്മതിക്കുന്ന മാതാപിതാക്കളും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ തോന്നലാണ്. ഇപ്പോൾ കുട്ടികളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളുടെ തോന്നലാണത്. നിങ്ങൾ ഒരു സ്ത്രീകളെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള. ഇപ്പോൾ എൻ്റെ കുട്ടി തീരെ വയ്യ, എനിക്ക് പെയിനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും മോൻ ഇന്ന് പോകണ്ട സ്കൂളിൽ എന്നേ പറയുള്ളൂ. അല്ലാതെ മര്യാദയ്ക്ക് സ്കൂളിൽ പോകും എന്ന് പറഞ്ഞ് ഒരു കൊച്ചിനെ വിടുന്നതല്ല. അതിനെ ശക്തയാക്കുക എന്നുള്ളതിൻ്റെ ഇത്. അതിനൊരു വയ്യാഴിക വരുമ്പോഴത്തേക്ക് അത് പോകണ്ട എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പെയിൻ ഇതൊരു രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു രോഗമൊന്നുമല്ല. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, ഇതൊരു രോഗമല്ല. പക്ഷേ ആ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഇല്ല, ചിലർക്ക് മാത്രമായിട്ടുള്ളതാണ്, ചിലർക്ക് മാത്രമായിട്ട് വയ്യാതെ വരുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇങ്ങനൊരു നിയമം കൊണ്ട് നല്ലൊരു കാര്യം തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒരു വീട്ടിൽ അമ്മയും പെങ്ങളെയും ഭാര്യയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. കാര്യം സ്ത്രീയെ അടിച്ചമർത്തിയിട്ട് അവൾക്ക് വേദനയാണെങ്കിലും അവളവിടെ കിടന്നോട്ടെ, അതൊരു പ്രശ്നമേ അല്ല, അതൊന്നും മൈൻഡ് ചെയ്യല എന്നുള്ള മൈൻഡുള്ളവർക്ക് ഇതൊക്കെ ഒരു നിസ്സാര കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് സ്കൂളിലെ കുട്ടികൾ പറയുന്ന കാര്യം നോക്കാം. ഈ പ്രഖ്യാപനത്തെ കുറിച്ച് പറയാൻ ആദ്യത്തെ 3 ദിവസമാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ലീവ് തരുന്നതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ വീക്കെൻഡിൽ ക്ലാസ്, ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ്സാണ് വീക്കെൻഡിലേക്ക് വെക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ര പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ പ്രഖ്യാപനം നല്ലതാണല്ലേ? നല്ലതാണ്. എന്താ വെച്ചാൽ ആദ്യത്തെ 3 ദിവസം ഭയങ്കര ഡള്ളായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലീവ് കിട്ടുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം ഇതൊക്കെ വരുന്നതിന് മുന്നേ ലീവ് ആകുമ്പോൾ അതിപ്പോൾ മിസ്സുമാർ വീട്ടിലേക്ക് കൊടുക്കുക. ഇതാണെങ്കിൽ ലീവ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആരും ഓൾറെഡി പെർമിഷൻ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ലീവ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊരു സമാധാനത്തോടെ ഇരിക്കാം. ഇത് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലതാണ്. ആദ്യത്തെ 3 ദിവസമാണല്ലോ നല്ല പെയിൻ ഉണ്ടാവുക. അപ്പോൾ അവധി കിട്ടുന്നതനുസരിച്ച് ഇതേപോലെ വീട്ടിൽ ഇരിക്കാമല്ലോ, ഓൾറെഡി വീട്ടിലിരിക്കാം, മറ്റേ ലീവ് എടുക്കണ്ടേ. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. നിങ്ങൾക്ക് ഇത്ര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുത്ത് ഇവിടെ അങ്ങനെ കിടക്കേണ്ടി വരും. അതിലും നല്ലതല്ലേ വീട്ടിലിരിക്കുന്നത്. അത് നല്ല തീരുമാനം തന്നെയാണ്. വീക്കെൻഡിൽ 3 ദിവസം ക്ലാസ് വെക്കുമെന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെയാണ് പറയാനുള്ളത്? വെക്കണം, പോഷൻ തീരണ്ടേ, അപ്പോൾ എന്തായാലും വെക്കണം. ഇതൊക്കെയാണ് കുട്ടികൾക്കും പറയാനുള്ളത്. കാര്യം ഇത് ആരോട് ചോദിച്ചാലും എല്ലാ കുട്ടികളും ഈ രീതിക്ക് തന്നെ പറയുള്ളൂ. അല്ലാതെ ആരും പറയും. പിന്നെ അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളോ ഇല്ലാത്തവർ ചിലപ്പോൾ പറയായിരിക്കും ഇത് വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, പുരുഷന്മാർക്ക് ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇല്ലേ, ലീവ് ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കാണ് ലീവ് തരേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുരുഷന്മാർക്ക് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിന് ലീവ് വേണ്ടതെന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക്. അല്ലാതെ മെഡിക്കൽ ലീവൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, പനിയോ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ ലീവ് കിട്ടാറില്ലേ? അല്ലാതെ ഇതെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെതിരെ ഒന്നിച്ച് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കാണുമ്പോഴത്തേക്ക് ചിരിയാണ് വരുന്നത്. കാര്യം ഇതിനെയൊക്കെ എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യം കൊണ്ട് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്ത്രീകൾക്ക് പീരീഡ്സ് ആകുന്നതിന് ലീവ് കിട്ടുന്നതിന് ഞങ്ങൾക്കും ഇല്ലേ ആനുകൂല്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നില്ല എന്നതാണ്. പിന്നെ ചില പന്നം പറഞ്ഞ കുറേ അമ്മമാരുണ്ട്. അമ്മമാരെയൊക്കെ ഇവരൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ വന്ന് ചില പോസ്റ്റിനൊക്കെ കമൻറ്റ് ഇടുന്ന കണ്ട്. അപ്പം ആ ഒരു കമൻറ്റ് ഇട്ടതിനെ പറ്റി സ്ത്രീയായി ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് പുരുഷനായ ഒരു പയ്യൻ തന്നെ പറയുന്നതാണ് നല്ലത്. ആ കൊച്ചു പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. അത് അതിട്ടൊരു പോസ്റ്റിന് താഴെ വന്ന് കുറേ മാതിരി കമൻറ്റ് ഇട്ടതാണ്. അതിനുള്ള മറുപടി അത് തന്നെ പറഞ്ഞത്. കാര്യം സ്ത്രീകൾ കൊടുക്കുന്നതൊക്കെ നല്ലത്, പുരുഷന്മാർ തന്നെ ഇതിനുള്ള മറുപടി കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് അതൊന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഡിസപ്പോയിന്റഡ്. ഈ ന്യൂസിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഐ ഡോണ്ട് നോ, ഈവൻ ഐ ഹാവ് നോ ഐഡിയ.
ഇത് കൊണ്ടുവന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ഐ വിൽ റെസ്പെക്ട് ദം. ബിക്കോസ് ഞാൻ സ്കൂളിൽ കണ്ടിട്ടില്ല, എന്റെ ഡിഗ്രിക്കും പി ജിക്കൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പീരീഡ് സമയത്ത് ഗേൾസ് എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീട്ടിൽ സ്വന്തമായിട്ട് അമ്മയുള്ളവർക്കും സ്വന്തമായിട്ട് പെങ്ങളുള്ളവർക്കും സ്വന്തമായിട്ട് ഗേൾ ഫ്രണ്ട് ഉള്ള ഏത് ആൺകുട്ടിക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു, ഇത് സന്തോഷം കൊടുക്കുമെന്ന് വിചാരിച്ചു. ബട്ട് മൈ ബാഡ്, എല്ലാവരും അങ്ങനെ അല്ലെന്ന് അറിഞ്ഞത് ഞാൻ വളരെ വൈകിയാണ് ഈ പോസ്റ്റിനിടയിലെ കമന്റ്സ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. പോസിറ്റീവ് കമന്റ്സ് എക്സ്പെക്ട് ചെയ്ത് കമന്റ് ബോക്സ് സെർച്ച് ചെയ്യാൻ പോയാൽ ഞാൻ ഫസ്റ്റ് കണ്ട കമന്റ് ബോയ്സിന് വാണം അടിക്കാൻ വേണ്ടിയിട്ട് ലീവ് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. വേർ ഇസ് ദ ജെൻഡർ ഇക്വാളിറ്റി? എനിക്ക് എന്തോ പറയണമെന്ന് ലിറ്ററലി എനിക്ക് എന്താ പറയേണ്ടത് ഒരു ഐഡിയ ഇല്ല. കാരണം എനിക്ക് ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒരു കുറച്ച് വർഷം മുന്നുള്ള കാര്യം ചിന്തിച്ചു. ഞാൻ ഐ തിങ്ക് ഒരു 7-8 വർഷം മുന്നേ FB ഒക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ വേണമെന്നൊരു സംഭവം കൊണ്ടുവന്നപ്പോൾ FBയിൽ ഇങ്ങനെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിയിൽ കമന്റ് കണ്ടത് കുറേ അമ്മമാർ കമന്റ് ഇട്ടിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനോ സ്കൂളിലോ, എങ്കിൽ പിന്നെ ഒന്നുകൂടി സ്കൂളിൽ പോവേണ്ടി വരുമെന്ന്. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. ഇതിന്റെയൊക്കെ മക്കളൊക്കെ ആയിരിക്കും ഇൻസ്റ്റയിൽ വന്നത് ഇതുപോലത്തുള്ള കമന്റ് ഇടുന്നത്. ഈവൻ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയാതെ ലൈക്ക് വീട്ടിലുള്ള സ്ത്രീകൾ സഫർ ചെയ്യുന്ന കാര്യം എന്തെന്ന് മനസ്സിലാക്കി ഇത്രയും ഫണ്ണി ആയിട്ട് വന്ന് കമന്റ് ഇടുന്നത് അവന്മാരെ എന്തോ പറയണമെന്നോ. ലൈക്ക് നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിന് നിങ്ങളിപ്പം എന്നെ വല്ലതും ചീത്ത വിളിച്ചുകൊണ്ട് കമന്റ് ഒക്കെ ഇടുമായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ നിന്നെ ഒന്നും ആണുങ്ങളൊന്നും വിളിക്കാൻ പറ്റൂല. എന്റെ ഇന്റൻഷനിലാണ് മാസ്റ്റർബേറ്റ് ചെയ്യാൻ ലീവ് ഉണ്ടോ എന്ന് ചോദിച്ച് കമന്റ് ഇട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സീരിയസ്ലി ഐ എം സോ വെറീഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ വൈഫ് ആൻഡ് ഡോട്ടർ. ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പയ്യൻ പറഞ്ഞപ്പോഴത്തേക്ക്. ഇതിനൊക്കെ എന്നതാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണം ആ ഒരു കമന്റ് ഇല്ലേ, ആ പേര് തന്നെയാണ് ഇവനെയൊക്കെ വിളിക്കേണ്ടത്. ആ കമന്റ് ഇട്ട പേരൊക്കെ തന്നെയാണ് വിളിക്കേണ്ടത്. അങ്ങനെ കുറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചു പറഞ്ഞാൽ സ്കൂളിൽ അങ്ങനെ ഒരു ക്ലാസ്സിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് കുറേ എണ്ണങ്ങൾ വന്നിച്ചുള്ള അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. കാര്യം ഒരുപാട് കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിലാണേലും പുറത്താണേലും അയലോകത്തുള്ളവരുടെ നിന്നാണേലും ഒക്കെ എല്ലായിടത്തുനിന്ന്, പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണെങ്കിലും. അപ്പോൾ അതിനുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അത് ഇവർ കെട്ടിപ്പിടിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇവർ സ്നേഹിക്കുന്നത് എന്തിനാണ്, ഇവർ സ്നേഹിക്കുന്നത് എന്നതാണ് എന്നൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വെക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അതിന് കുറേ അമ്മമാർ പറഞ്ഞത് കൊച്ചു പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അമ്മമാരെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല മനുഷ്യരും ഉണ്ട്, പഴയ തലമുറയിലുള്ള നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നല്ലതും ചീത്തയും കേട്ടാൽ മനസ്സിലാകുകയും ചെയ്യും. അവരൊക്കെ അങ്ങനെ അതിന് പ്രതികരിക്കത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഈ ഒരു ചിന്ത അവർ വാ തുറന്നാൽ ഈ മാതിരി വൃത്തികേടുകൾ മാത്രമേ പറയത്തുള്ളൂ. അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല കേട്ടോ, പെണ്ണുങ്ങളും ഉണ്ട്. ഈ ഒരു കാര്യം പറയുമ്പം ഏതെല്ലാം രീതിക്ക് വൃത്തികെട്ട വാക്കുകൾ അതിനകത്ത് ഉൾപ്പെടുത്താവോ അത്രയും ഉൾപ്പെടുത്തി അവരൊരു കാര്യങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യുള്ളൂ. വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, വൃത്തിയായിട്ട കാര്യങ്ങൾ പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് അവർക്കൊരു ശീലമാണ്. അതിന് ദാരിദ്ര്യം പിടിച്ചു വന്ന് ചിങ്ങിടന്ന് വിളിച്ച് കൂന്നാണ്. എന്നിട്ട് മറ്റുള്ളവരോട് പറയും അവർക്കിതില്ലാത്തതിൻ്റെ ദാരിദ്ര്യം എന്ന് പറയും. ഇവർ തന്നെ കിടന്ന് എന്ന് പറയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം അവർ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയുള്ള ക്ലാസ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള അമ്മമാർ വന്നിച്ച് അവർക്ക് ഇനി ഒന്ന് പോകണമല്ലോ എന്നുള്ളത്. ഇതിനൊക്കെ ഉണ്ടല്ലോ നല്ല പെട്ട വെച്ച് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നതിന്. അപ്പം ഈ സ്കൂളിൽ പെൺകുട്ടികൾക്ക് ഈ 3 ദിവസത്തേക്ക് ഇങ്ങനൊരു അവധി കൊടുത്തേക്കുന്നത് നല്ല കാര്യവും തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ വരേണ്ട കാര്യങ്ങളായിരുന്നു. ഇപ്പോഴല്ല, ഇതിനൊക്കെ മുന്നേ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പീരീഡ്സ് ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിലർ പറയും യോ കൊച്ചു 4ാം ക്ലാസ്സിലല്ലേ എന്ന് പറയും. അതൊക്കെ പണ്ടായിരുന്നു. ഒരു 14, 15 അല്ലെങ്കിൽ ഒരു 13 വയസ്സ് തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് ആകുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു 9 വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് ആകുന്ന കുഞ്ഞുങ്ങളുണ്ട്, 9ാമത്തെ വയസ്സ് മുതൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളന്നേരം ഓർക്കും യോ ആ കുഞ്ഞിന് ഒട്ടും മണ്ണോ ഇല്ലല്ലോ, അതിന് ആരോഗ്യം ഒരു കൊച്ചല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അത് ശരീരത്തിൽ നിന്ന് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ കൊണ്ട് വരുന്ന കാര്യങ്ങളാണത്. അത് ആ കൊച്ചിൻ്റെ ഒരു കുഴപ്പമോ ഒന്നും അല്ലത്. പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ പീരീഡ്സ് ആകുക എന്ന് പറഞ്ഞാൽ അത് അവളൊരു പൂർണ്ണ സ്ത്രീ ആകുന്നതിൻ്റെ ഒരു ലേബൽ തന്നെയാണ് നമുക്ക്. അവൾ അന്നേരമാണ് ഒരു സ്ത്രീ ആകുന്നത്. അതുവരെ അവൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും പറയാതെ അവൾ ബാല്യകാലമാണ് അവർക്കുണ്ടാകുന്നത്. അത് കഴിയുമ്പോഴാണ് അവളൊരു സ്ത്രീയായി എന്ന് പറഞ്ഞ് നമ്മൾ മാറുന്നത്. അങ്ങനെയുള്ളപ്പം അതിനെ നമ്മൾ നാണക്കേട് എന്ന് പറയുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും വിദ്യാഭ്യാസവും ഇത്ര ലോകപരിചയവും ഒക്കെ ഉള്ളൊരു വ്യക്തി വന്നിച്ച് അതിനെ നാണക്കേട് എന്ന് പറഞ്ഞതാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാതെ പോയത്. ബാക്കി അവരെന്ത് വേണേലും അവർക്ക് പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതൊരു പറയുന്നത് പുറത്ത് മറ്റൊരാൾ അറിയുന്നത് നാണക്കേടാണ് എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിച്ച് ഭർത്താക്കന്മാർ പോയി മേടിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് ഭാര്യമാർക്ക്. അതുപോലെ തന്നെ സ്ത്രീകൾ ഇപ്പോൾ പരസ്യമായിട്ട് ചെന്നാണ് മേടിക്കുന്നത്. അതൊന്നും ഒരു നാണക്കേടല്ലത്. അത് വിൽക്കാൻ വെച്ചേക്കുന്നത് തന്നെ ആ ചെന്ന് കയറുന്നത് നമുക്ക് കാണാം, ആ ഗ്ലാസ്സിലൂടെ കാണാം ഏത് പാടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള നമുക്ക് അതവിടെ ഉണ്ടോ എന്ന് നമുക്ക് ചെന്ന് കയറുമ്പോഴേ അറിയാം. ഇതൊക്കെ പണ്ടാണ്. പിന്നെ നല്ല കുടുംബത്ത് പിറന്നെന്ന് പറഞ്ഞാൽ അമ്മ ഏതാ, പെങ്ങളേതാ, അല്ലെങ്കിൽ ഭാര്യ ഏതാ എന്ന് നല്ല ബോധത്തോട് കൂടിയിരിക്കുന്ന ഏതൊരുത്തരും ഒരു പെണ്ണിനെ പീഡിസ് ആകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നുകയില്ല. അവരെ കളിയാക്കാനും തോന്നുകയില്ല. കാര്യം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഒരുത്തർക്കും തോന്നുകയില്ല അങ്ങനെ പറയാനായിട്ട്. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ വന്നിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് കേൾക്കുമ്പം അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഈ വാക്കുകളൊക്കെ.
എന്നാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇത് ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പറയുമ്പം നിങ്ങളത് ജെനുവനായിട്ടായിരിക്കണം പറയുന്നത്. ഒരു പാർട്ടി സംബന്ധമായിട്ടുള്ള രീതിക്ക് നിങ്ങൾ കമൻറ്റ് ഇടാൻ വരരുത്. ഞാനൊരു പാർട്ടി സംബന്ധമായിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാണ് ചെയ്തേക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.